Hi friends, I am Asif. Now we will look at Nissan Micra 2 ഏകദേശം 2 lakh കവർ ചെയ്തുള്ള വണ്ടിയാണ്. ഇതിന്റെ സെക്കൻഡ് സർവീസ് ആണ് ചെയ്യുന്നത്. ഇത് 1 lakh ഇത് ഏകദേശം ഒരു 80,000 കിലോമീറ്റർ ഇതിന്റെ സൈംബൽസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത് 2 lakh ഓടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഓടിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടൈമിംഗ് ടൈം ബെൽറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എങ്ങനെയാണ് കറക്റ്റ് ടൈമിംഗ് ലോക്ക് ചെയ്യുക, അപ്പോൾ അതിലെ ക്യാമിൻ്റെയും ക്രാങ്കിൻ്റെ ഒക്കെ ടൈമിംഗ് എങ്ങനെ കറക്റ്റായിട്ട് ഹൈ പ്രഷർ ആകുമ്പോൾ ഉൾപ്പെടെ എങ്ങനെ ടൈമിംഗ് കറക്റ്റായിട്ട് വെച്ച് ടൈം ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കുക. അപ്പോൾ ഇതിൻ്റെ ടൈം ബെൽറ്റ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ടൈം ബെൽറ്റ് റീപ്ലേസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടൈം ബെൽറ്റ് വരുന്നതിനകത്താണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ടൈമിങ്ങിൻ്റെ കവർ വരുന്നതിനകത്താണ് ടൈം ബെൽറ്റ് ഉള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫൗണ്ടേഷന് ഈ ഒരു എഞ്ചിൻ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിങ്ങിൻ്റെ കവർ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റിമൂവ് ചെയ്തതിന് ശേഷം കാണാം. കാരണം റീഫിറ്റ് ചെയ്യണതും അതുപോലെ റിമൂവ് ചെയ്യണതൊക്കെ സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ വീഡിയോ എന്താ പറയുക ഒരുപാട് ലെങ്തി ആയി പോവുകയും ചെയ്യും, പിന്നെ കണ്ടിരിക്കുന്നവർക്ക് ഒരു ബോറാവും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുന്ന ഭാഗമായിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ടൈം ബെൽറ്റ് റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ടൈം ബെൽറ്റ് വരുന്നത്. എന്തുണ്ടാവും ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ പഴയ ടൈം ബെൽറ്റ്. അത്യാവശ്യം മോശമായി തുടങ്ങിയിട്ടുണ്ടോ, ചെറിയൊരു കാണുന്നു വിചാരിക്കണം, ചെറിയൊരു കട്ടിങ് പോകണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം മോശമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ടെൻഷനർ, ടൈമിംഗ് ബെൽറ്റിൻ്റെ ടെൻഷനറാണിത്. ഈ ടെൻഷനറും കൂടി റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. കാരണം കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും നമ്മൾ ഇതിന് കൂടെ തന്നെ റീപ്ലേസ് ചെയ്യണത്. കാരണം അത്യാവശ്യം കിലോമീറ്റർ കവർ ചെയ്യാനുള്ളതായതുകൊണ്ട് തന്നെ അത് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ സർവീസിങ്ങിൽ ഇത് കൂടെ തന്നെ മാറ്റി കൊടുക്കുകയും വേണം. അപ്പോൾ ടൈം ബെൽറ്റാണ് ഇത് അയച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പുതിയ ടൈം ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടൈമിങ്ങിൻ്റെ മാർക്കിംഗ് വരുന്നത് കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ ടൈം ബെൽറ്റിൻ്റെ പുതിയ ടൈം ബെൽറ്റാണിത്. അത് ഈ ബോക്സിൽ കാണുന്നത് നമ്മുടെ പുതിയ ടൈം ബെൽറ്റാണ്. പിന്നെ അതുപോലെ തന്നെ കൂടെ ഉള്ളത് കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഗെറ്റ്സിൻ്റെ ടൈം ബെൽറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈം ബെൽറ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ടെൻഷനർ കേട്ടോ. നമ്മൾ നേരത്തെ പഴയ ടെൻഷനർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ പുതിയ ടെൻഷനർ വരുന്നത്. അത് അഡ്ജസ്റ്റബിളാണ്. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കറക്റ്റായിട്ട് അഡ്ജസ്റ്റബിൾ ആണത്. പിന്നെ കൂടാതെ തന്നെ ഇതിൻ്റെ ബോൾട്ടുകളുണ്ട്, ക്രാങ്കിൻ്റെ അതുപോലെ തന്നെ പിന്നെ ക്രാങ്കിൻ്റെയും അതുപോലെ ക്യാമിൻ്റെ ഒക്കെ ബോൾട്ടുകൾ ഇതിലുണ്ട്, ടെൻഷനറിൻ്റെ ഒക്കെ ബോൾട്ടുകൾ ഇതിലുണ്ട്. അപ്പോൾ പുതിയ ബോൾട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ബോൾട്ടും കൂടി ഈ കിറ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ടൈം ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈമിങ് നമുക്ക് കാണിക്കട്ടോ. ടൈമിങ് വരുന്നത് ക്യാമിൻ്റെ ടൈമിങ് വരുന്നത് ഈ ഒരു ഹോൾസ് ടു ഹോൾ മാച്ച് ചെയ്തിട്ടുണ്ട്. ക്യാമിൻ്റെ പുള്ളിയാണിത്. അപ്പോൾ ക്യാമിൻ്റെ പുള്ളി നമ്മൾ ഈ ഹോൾസ് ടു ഹോൾസ് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുന്നു വിചാരിക്കുന്നുണ്ടോ, ഈ ഒരു ബോൾട്ട് ഇതിലൂടെ ഒരു ഹോൾസ് ഉണ്ടാവും. ഈ ക്യാം നമുക്ക് കറക്റ്റായിട്ട് ഈ ഹോൾസിൽ മാച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാം ഷാഫ്റ്റ് കറക്റ്റായിട്ട് ലോക്കാവും. അപ്പോൾ നമുക്ക് ക്യാമിൻ്റെ ടൈമിങ് അവിടെ ഓക്കെ ആയി. പിന്നീടുള്ളത് നമുക്ക് ഹൈ പ്രഷർ പമ്പിൻ്റെ ടൈമിംഗ് ആണ് വരുന്നത്. ഹൈ പ്രഷർ പമ്പിൻ്റെ ടൈമിംഗ് ഈ ടൈമിംഗ് ബെൽറ്റുമ്പോൾ തന്നെ കാണാം. അതും ഒരു മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹൈ പ്രഷർ പമ്പിൻ്റെ പുള്ളിമേൽ ഒരു മാർക്കിംഗ് ഉണ്ട്. അത് നേരെ ഈ ഒരു ബോൾട്ടിന് കണക്കാക്കിയിട്ട് സ്ട്രൈറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈമിംഗ് കറക്റ്റാവും. കാരണം ഇവിടെ ഓൾറെഡി ഒരു മാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മാർക്കിങ്ങോട് കൂടി ഒരു ബെൽറ്റിന് ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ പുള്ളിമേ ഒരു മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ രണ്ടും കൂടി മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ലെങ്ത് കൊണ്ട് കറക്റ്റ് ആയിരിക്കും. ഇവിടേക്കുള്ള ടൈമിംഗ് ഓൾറെഡി നമ്മൾ ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്ത് ക്രാങ്കിൻ്റെ ടൈമിംഗ് ആണ്. ക്രാങ്കിൻ്റെ ടൈമിംഗ് വരുന്നത് ഈ ഒരു പിന്ന് നേരെ മുകളിലോട്ടാക്കി വെക്കുക. അതായത് പിസ്റ്റൺ കറക്റ്റ് TDSിലാക്കി നേരെ മുകളിലോട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ക്രാങ്കും TDSിലായിരിക്കും പിസ്റ്റൺ. അപ്പോൾ ക്രാങ്കിൻ്റെ ടൈമിംഗ് ഓക്കെ. അപ്പോൾ ബെൽറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെൽറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഈ ടെൻഷനറാണ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്ന ടെൻഷനറാണത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അല്ലെങ്കിൽ കാണുന്ന വിചാരിക്കുന്നത് ഈ ഒരു അല്ലെങ്കിൽ 6mm അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ബെൽറ്റിൻ്റെ ടൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ടൈറ്റ് ഈ ഒരു ഇതിൻ്റെ ടെൻഷനറിൻ്റെ മാർക്കിംഗ്, അതായത് ഏത് ലെവലിലാണ് ബെൽറ്റ് ടൈറ്റിൽ ഇരിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കുമാരിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഉണ്ട്, നമുക്ക് കാണാം. ഒരു നോബുമാർ പുറത്തോട്ട് തള്ളി നിൽക്കണമായിട്ട് കാണാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് വെക്കുക. ഉണ്ടോ, അത് രണ്ടാമത്തെ പോയിൻ്റ് കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. ഇത്ര പ്ലേ കറക്റ്റ് ആയിരിക്കും ബെൽറ്റിൻ്റെ. അപ്പോൾ ഓവർ ടൈറ്റ് ഉണ്ടാവില്ല, കറക്റ്റ് പ്ലേ ആയിരിക്കും ബെൽറ്റിനുണ്ടാവുക. അപ്പോൾ ബെൽറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, 1-2 റൗണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. എഞ്ചിൻ ഫ്രണ്ടോട്ട് 1-2 റൗണ്ട് തിരിക്കുക. അപ്പോൾ ബെൽറ്റിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കറക്റ്റാണ്, സീറ്റിംഗ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം 1-2 റൗണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നതോട് കൂടി ബെൽറ്റ് സീറ്റിംഗ് അവിടുത്തെ കറക്റ്റായിട്ടിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ടൈമിംഗ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കൂടി ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ. അങ്ങനെ കൺഫേം ചെയ്തിട്ട് മാത്രം ചെയ്യുക. അപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആണ്, നമുക്ക് ടെൻഷൻ ഇല്ലാതെ കൺഫേം ആയി കിട്ടുകയും ചെയ്യും. കറക്റ്റായിരിക്കും ടൈമിംഗ് എല്ലാം വരിക. പിന്നെ ഫൗണ്ടേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുള്ളത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ അതുമ്പോൾ തന്നെ ഇതിൻ്റെ ക്യാമിൻ്റെ സെൻസർ വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ക്യാമിൻ്റെ സെൻസർ. ഇത് കാണുന്ന വിചാരിക്കുന്നത്, ഇതാണ് ക്യാമിൻ്റെ സെൻസർ വരുന്നത്.
അപ്പോൾ ഈ ക്യാം സെൻസർ കറക്റ്റ് റീഡ് ചെയ്യും, അതായത് ക്യാമിൻ്റെ പൊസിഷൻ, വാൾവിൻ്റെ പൊസിഷൻ ഏതാണോ, എങ്ങനെയാണ് ഏത് പൊസിഷനാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് റീഡിങ് ECUവിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതിനൊരു ഏതെല്ലാം റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് റിങ് ആവശ്യമാണ് അവിടെ. അപ്പോൾ ഈ ടൂത്ത് റിങ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രിഗർ വീൽ പറഞ്ഞത് ഈ ഒരു ഹൈ പ്രഷർ പമ്പ് തന്നെയാണ് വരിക. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റ് തമ്മിലാണ് നമ്മൾ ഫൗണ്ടേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഈ ഒരു ബ്രാക്കറ്റ് തമ്മിലാണ് നമ്മൾ ഇതിൻ്റെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ മൗണ്ടും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഇതുണ്ടോ, ഈ ഒരു ക്യാമിൻ്റെ സെൻസർ ഇതിലോട്ട് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുമ്പോൾ അതിൻ്റെ ട്രിഗർ വീലും എന്നുള്ള സെൻസിങ് കിട്ടും. അങ്ങനെയാണ് ECU മനസ്സിലാക്കുന്നത് വാൾവിൻ്റെ പൊസിഷൻ ഏതാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ക്യാം സെൻസറിനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്താണ്. മൈക്രോയുടെ ടൈം ബെൽറ്റ് റീപ്ലേസിങ് നമ്മൾ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് എഞ്ചിനാണ് നിസാൻ സണ്ണി ആയാലും, അതുപോലെ തന്നെ ടറാനോ ടൈപ്പ് വണ്ടി, ടറാനോ, നിസാൻ മൈക്ര പോലത്തെ വണ്ടികൾക്കൊക്കെ ഈ സെയിം ടൈപ്പ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് ടൈം ബെൽറ്റ് റീപ്ലേസിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 60,000 to 80,000 കിലോമീറ്ററിനിടയിൽ കറക്റ്റായിട്ട് ടൈം ബെൽറ്റ് മാറണം. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മറ്റൊരു വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് അടുത്ത വീഡിയോ നോക്കാം കേട്ടോ.